പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 6 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എന്തുമാത്രം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ അത്രയും നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലഭിക്കും. ശരിക്കും നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ഈ നോൻപിന് നോൻപ് തുടങ്ങുമ്പോൾ തന്നെ കുരിശും പിടിച്ച് പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ കുരിശിൻ്റെ വഴി യാത്രകളെല്ലാം നമ്മൾ പാപപരിഹാരത്തിനായിട്ട് നടത്തും. അത് ആത്മാർത്ഥത്തോടെ തന്നെ നമ്മൾ ചെയ്യണത്. അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ വ്യാഴാഴ്ചയ്ക്ക് വരുമ്പോൾ അന്നത്തെ പരിശുദ്ധ കുർബാന സ്ഥാപനവും അത് വലിയ ഭക്തിനിർഭരമായ അഭിഷേക നിറയണ ഒരു ആഘോഷമാണ്. പിന്നെ അന്നത്തെ അന്നത്തെ ആരാധന അതായത് നമ്മൾ അച്ചടക്കത്തോടുകൂടിയാണ് നമ്മളെല്ലാം ചെയ്യണത്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച പറയാനും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖവെള്ളിയാഴ്ച മണ്ണിപ്പോലും പിള്ളേരെ കൊണ്ട് വരച്ചാൽ അപ്പന്മാർ ഓടിച്ചു വരുന്നു. മണ്ണി വരച്ച ചോര, കർത്താവിൻ്റെ ചോര വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു നമ്മളാണ്. ഇത്രയും ഭവ്യതയോടെയാണ് ദുഃഖവെള്ളിയാഴ്ച എല്ലാം പാലിച്ചു പോകുന്നത്. പള്ളിയിലാണ് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ. കുരിശുമുത്തലൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണത്. പിന്നെ നഗരി കാണിക്കൽ, ഇതെല്ലാം കൂടി വന്നിട്ട് ഇതെല്ലാം മാർഗങ്ങളാണല്ല, വഴികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ലക്ഷ്യമില്ലേ, ലക്ഷ്യം ശുവാക്കി കളയും. ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ വഴികളെക്കാളും മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പള്ളികളിലായാലും വീടുകളിലായാലും. നമുക്ക് ക്രിസ്മസ് അല്ലേ വരുത്, പക്ഷേ ക്രിസ്മസ് അല്ലല്ലോ വിശ്വാസപരമായിട്ട് വരുന്നത്. കർത്താവിൻ്റെ തിരുവുദ്ധാനമല്ല വലുത്. സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ തിരുവുദ്ധാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തിരുവുദ്ധാനം നമ്മൾ ആചരിക്കണം. ഞാൻ ഉയർപ്പിൻ്റെ ഒരു ഉപാസകനാണ്. ഞാനെപ്പോഴും കാര്യം എനിക്കതിനെക്കുറിച്ച് ഈ സെമിനാറിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയണത് ഞങ്ങളെ ഈ ക്രിസ്റ്റോളജി ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നല്ല സബ്ജക്റ്റ് ക്രിസ്റ്റോളജിയാണ്. ക്രിസ്റ്റോളജിയിലാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ റിസറക്ഷനെക്കുറിച്ചും ഒക്കെ പഠിക്കണത്. പിന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ബേസ്മെൻറ്റ്, സഭയുടെ നിലനിൽപ്പും എല്ലാം തിരുവുദ്ധാനത്തിലാണ്. ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ വളരാൻ നമുക്കെപ്പോഴും കുരിശിനോടും നമ്മുടെ സഹനത്തോടും കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ സഹനത്തെ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്
നമ്മൾ താതാമ്യപ്പെടാറുണ്ട് ക്രിസ്തുവിനോട്. പക്ഷെ അവൻ നമ്മളുടെ മരണത്തിൽ മാത്രം താതാമ്യപ്പെട്ടാൽ പോരല്ലോ, അവൻ്റെ തിരുഉത്ഥാനത്തിലും നമ്മൾ താതാമ്യപ്പെടണ്ടേ. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിജയങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന അതിജീവനങ്ങൾ, തിന്മയെയും അതുപോലെ തന്നെ പാപത്തെയും ജയിച്ച്, അതായത് കഠിനമായ സഹനത്തിലൂടെ പാപ സാഹചര്യങ്ങൾ ജയിക്കണൊക്കെ ഉത്ഥാനമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തോടാണ് ഐക്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപമാണ് വില്ലനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട പ്രമേയം പാപമല്ല, തിരുവുദ്ധാനമാണ് പ്രധാനപ്പെട്ട പ്രമേയം. നമ്മളെപ്പോഴും നമ്മൾ ആരുടെ സാക്ഷിയാണ്? കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ്. അതെന്താ കാര്യം? അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ ഉയർത്തെഴുന്നേക്കുമെന്നുള്ള നല്ല ബോധ്യമാണ്. കാര്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടതല്ലേ, അവർ തൊട്ടതല്ലേ, കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.